ഈ വർഷം റെനോ ഡസ്റ്ററിൻ്റെ പുതിയ ജനറേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിസാൻ ടെറാണോ എന്നുള്ള പേര് കീപ്പ് ചെയ്തുകൊണ്ട് ടെറാണോൻ്റെ പുതിയ ജനറേഷൻ കൊണ്ടുവരുന്നതായിരുന്നു. പക്ഷേ നിസാൻ ചെറുതായിട്ട് അതിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. സോ നിസാൻ ഈസ് ഗോയിങ് ടു അൺവീൽ ദിസ് കാർ ആസ് നിസാൻ ടെക്ടോൺ. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നിസാൻ ടെക്ടോൺ എന്നുള്ള പേരിൽ പുതിയ ടീസറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിസാൻ പാട്രോളിൻ്റെ ലുക്കൊക്കെ വെച്ചിട്ടായിരുന്നു കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിസാൻ പാട്രോളും ഈ ടെക്ടോണും തമ്മിൽ ഒരു കുലബന്ധം പോലും ഇല്ല. കാരണം ഡസ്റ്ററിൻ്റെ ഒരു റീബാഡ്ജ് വേർഷനായിട്ടാണ് ഇതിപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. ആകെ ചേഞ്ച് വരാൻ പോകുന്നത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമായിരിക്കും. പിന്നെ ഈ പ്ലാറ്റ്ഫോം ആയാലും എഞ്ചിൻ ആയാലും ബാക്കി കമ്പോണൻസ് ഒക്കെ ആയാലും അത് റെനോൻ്റെ ഡിറ്റോ സെയിം ആയിരിക്കും. ഈ ഡസ്റ്ററിൽ വരുന്ന സെയിം CMF-B പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വരാൻ പോകുന്ന ടെക്ടോണിലും യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻസും എക്സാക്ട്ലി സെയിം ആയിരിക്കും. 1 ലിറ്റർ ആൻഡ് 1.3 ലിറ്റർ ടർബോ എഞ്ചിൻസ് ആൻഡ് ലേറ്റർ സ്റ്റേജിൽ ഒരു 1.8 ലിറ്ററിൻ്റെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 1 ലിറ്റർ എന്ന് പറയുന്നത് ഒരു 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 99 bhp പവറും അതുപോലെ തന്നെ 166 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് മേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ്. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോർമൽ എഞ്ചിനാണ് ഇത്. പക്ഷേ വേറൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടി ഇതിനൂടെ വരുന്നുണ്ട്. എന്തൂസിയാസ്റ്റുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ദി 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ. ഒരു 163 PS പവറും അതുപോലെ തന്നെ 280 Nm ടോർക്കുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ കൂടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ തന്നെ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ആൻഡ് വെറുതെ പറയല്ല, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെപ്പി എഞ്ചിൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഡസ്റ്ററിലാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റഫ് ആൻഡ് ടഫ് ഒരു റഗഡ് ലുക്കിലാണ് ഡസ്റ്റർ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷേ ടെക്ടോണിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി കൈൻഡ് ഓഫ് ഡിസൈൻ ഫിലോസഫിയാണ് ഇതിൻ്റെ റെൻഡേഴ്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഡസ്റ്ററിൻ്റെ സെയിം ലുക്കിലാണ് വരുന്നത്. ആകെ ചേഞ്ചസ് എന്ന് പറയാനുള്ളത് ആ ഒരു ടെയിൽ ലാമ്പിൻ്റെ പാറ്റേണിലും പിന്നെ ആ ഒരു ബമ്പറിലും കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴും ഡസ്റ്ററിൻ്റെ ഡിറ്റോ കോപ്പി പേസ്റ്റ് ആയിരിക്കും. ആകെ ചേഞ്ച് വരാനുള്ളത് ആ റെനോയുടെ ലോഗോ മാറ്റി നിസാൻ്റെ ലോഗോ വരും. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും എസെൻഷ്യലി ഡസ്റ്റർ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന നിസാൻ്റെ ടെക്ടോണും. ഈ മാരുതി ടൊയോട്ട ടൈപ്പ് പോലെ തന്നെ ഇതും ജസ്റ്റ് റീബാഡ്ജിങ് മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ടെക്ടോണിൻ്റെ പവറോ പെർഫോമൻസോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡൈനാമിക്സോ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഈ പുതിയ ഡസ്റ്റർ ഓടിച്ച് എല്ലാവർക്കും അറിയാം ഹൗ ബ്യൂട്ടിഫുൾ കാർ ഇറ്റ് ഈസ്. അപ്പോൾ ജൂലൈ 9 നിസാൻ ഇതിൻ്റെ ഗ്ലോബൽ അൺവീൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുമില്ല, ഈ വരാൻ പോകുന്ന ടെക്ടോൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റീബ്രാഡ്ജ് വേർഷൻ ഓഫ് ഡസ്റ്റർ തന്നെയാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കാർ കണ്ടന്റ്സിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.